ആലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്ത സംഭവത്തിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല ചെയ്യപ്പെട്ടത്. വിജയലക്ഷ്മിയെ കാണാതായത് ഈ മാസം 6-നാണ്. പ്രതി ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിൽ. ജയചന്ദ്രനുമായി പോലീസ് അമ്പലപ്പുഴയിലെത്തി തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി നിഷ ചേരുകയാണ്. നിഷ, ഒരു മിസ്സിംഗ് കേസിൽ തുടങ്ങിയ പോലീസിന്റെ അന്വേഷണമാണ് ഇത്ര വലിയൊരു സംഭവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിജയലക്ഷ്മിയുടെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കൊലയ്ക്കുള്ള കാരണം എന്താണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? നിലിമ, വിജയലക്ഷ്മിയുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്നും മൃതദേഹം അല്പസമയത്തിനകം തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. ജയചന്ദ്രനുമായി എത്തി തന്നെയായിരുന്നു മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെടുത്തത്. എന്തായാലും അമ്പലപ്പുഴ കരുനാഗപ്പള്ളി പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്പസമയം മുമ്പ് കണ്ടെടുത്ത മൃതദേഹമാണ്. എല്ലാ നടപടികളും പൂർത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള തയ്യാറെടുപ്പും പൂർത്തിയായി കഴിഞ്ഞു. ഒരു മിസ്സിംഗ് കേസിൽ തുടങ്ങിയ അന്വേഷണം ഒരു ക്രൂരമായ കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നതായി ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തി മൃതദേഹം കുഴിച്ചെടുത്തത്. എന്തായാലും കരുനാഗപ്പള്ളി സ്വദേശിയായ 48 വയസ്സുള്ള വിജയലക്ഷ്മി എന്ന സ്ത്രീയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, ഇക്കാര്യങ്ങളൊക്കെ പോലീസ് ആധികാരികമായി പറയുന്നില്ല. എങ്കിലും ഒരു പ്ലെയർ ഉപയോഗിച്ച് ഒരു ആയുധം വെച്ച് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും ഒപ്പം തന്നെ ഇവർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് തള്ളിയിട്ടപ്പോൾ മരണം സംഭവിച്ചു. ഇക്കാര്യങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നിഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.